ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും അതേ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെയും പോലെ നമ്മുടെ ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നത്. ഇന്നത്തെ നമ്മുടെ ടിപ്പ് കണ്ടാൽ നിങ്ങൾ ഞെട്ടിത്തെറിച്ച് പോകും കേട്ടോ. അതൊക്കെ നല്ലൊരു കിടുക്കാഴ്ച ഐറ്റമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നേക്കുന്നത് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി കിടുക്കാച്ചി. ഞാൻ 100-100 മാർക്ക് ഒരു പൂച്ച പേടിപ്പിക്കാനായിട്ടൊക്കെ നടക്കുക. 100-100 മാർക്ക് നമ്മൾ കൊടുക്കും ഈ ഒരു നമ്മുടെ ഈ ഒരു കിടുക്കാച്ചി സംഭവത്തിന് കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. നല്ല കിട്ടു ഐറ്റമാണ്. ആഴ്ച ഒരു പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി കേട്ടോ. എന്നൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആഴ്ച ഒരു ദിവസമൊക്കെ നമ്മൾ ചെയ്താൽ മതി. എല്ലാവർക്കും ചെയ്യാം. പിന്നെ എന്ത് തന്നെ ഏത് ഫേസ് പാക്കുകൾ തന്നെ നമ്മൾ ആരാണേലും ഉപയോഗിക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് എന്താ അലർജിയോ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നറിയാൻ വേണ്ടി ഒന്ന് തൂത്ത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക. ആദ്യമേ തന്നെ പറയാം. അല്ലെങ്കിൽ അവൾ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പിന്നെ എനിക്ക് തെറിയേക്കും പിള്ളേരെ കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. വെറുതെ ഒന്ന് ഇച്ചിരി കൂട്ടി വെച്ചിട്ട് കയ്യിൽ അവിടെ ഇവിടെയൊക്കെ ഒന്ന് തൂത്താൽ മതി. എന്തെങ്കിലും കുഴപ്പം വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചെയ്ത് അത് കഴിഞ്ഞ് കുളിച്ചിട്ടൊക്കെ വന്നതാണ്. അപ്പോൾ ഇത് ചെയ്യേണ്ടത് രാവിലെ മുതൽ വൈകിട്ട് വരെയൊക്കെ നിൽക്കാം. പക്ഷേ നമുക്ക് ഇഷ്ടംപോലെ ജോലികളും കാര്യങ്ങളും പിന്നെ ആരെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളിങ്ങനെ രാവിലെ ഈ ഒരു സംഭവം ഇട്ടുകൊണ്ട് നിൽക്കാനൊന്നും ഒക്കത്തില്ല. ഞാനൊരു മണിക്കൂർ നിന്നിട്ടാണ് കുളിച്ചത് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളിത് ചെയ്തിട്ട് സോപ്പ് ഉപയോഗിക്കേണ്ട. തണുത്ത വെള്ളത്തിൽ തന്നെ നമുക്ക് കഴുകാം കേട്ടോ. സോപ്പ് ഉപയോഗിക്കരുത്. നമ്മൾ ചെയ്തതിന് ഒരു പ്രയോജനമില്ല. ഞാൻ ഫേഷ്യലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിനക്കൊരു സംശയം വീണ്ടും വന്ന് ഈച്ച വന്ന് എന്നെ അടിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ തേനൊക്കെ ഉണ്ടായിരുന്നല്ലോ, തേനും 3 ഐറ്റങ്ങളും വെച്ചാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ. നല്ല കിഡു ഐറ്റം എല്ലാവരും ചെയ്ത് നോക്കണം. നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അതേ എൻ്റെ മുഖമൊക്കെ നല്ല സോഫ്റ്റായി കണ്ടു. നിങ്ങളൊന്ന് തൊട്ട് നോക്കിക്കേ. സോഫ്റ്റ് ആയോന്ന് എൻ്റെ മുഖമൊക്കെ നല്ല സോഫ്റ്റായി. അങ്ങ് വേണ്ട കണ്ടോ. അങ്ങോട്ട് വയ്ക്കുന്നതേ ഉള്ളൂ, അപ്പോഴത്തേന് താന്നു പോകുന്നു. അതുമാതിരിയാവും. അതുപോലുള്ള കിടുക്കാച്ചി ഐറ്റമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോഴും നമ്മുടെ വീഡിയോ ഒക്കെ കാണാൻ പോകും കേട്ടോ. രാവിലെ നമുക്കേ മുഖത്ത് നല്ലൊരു ക്രീം ഉണ്ടാക്കി തേക്കാം. അതിൻ്റെ പേര് സ്വർണ്ണ ക്രീം എന്നാണ് ഞാൻ പേരിട്ടേക്കുന്നത് കേട്ടോ. സ്വർണ്ണം പോലെ അങ്ങോട്ട് വെട്ടിത്തിളങ്ങും ഈ ക്രീം ഇട്ട് കഴിഞ്ഞാൽ കേട്ടോ. നല്ല ഗ്ലേസിങ്ങും മുഖത്ത് നല്ല കളറും കിട്ടുന്ന ഒരു അടിപൊളി ക്രീമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്യുമോ? അതേ ഈച്ച വരെ ക്രീം ഇടാൻ വന്നിരിക്കുന്നു. വേണ്ട, ഈച്ചയല്ല ഇത്രയേ ഉള്ളൊരു കറുത്ത സംഭവം. എടാ നിനക്ക് അവൾക്ക് ക്രീം ഇട്ട് കൊടുക്കണമെന്നേ. ഞാനിങ്ങനെ ക്രീം ഇടുന്ന സമയത്ത് വല്ല പൂച്ചകളോ കാക്കകളോ നമ്മുടെ കൊക്കൊക്കെ വരും കേട്ടോ. ഇന്നിപ്പോൾ നമ്മുടെ ഈച്ചക്കുട്ടനെ വലിയൊരു ഈച്ചക്കുട്ടനാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ക്രീം ഉണ്ടാക്കാം. അപ്പോൾ ക്രീം ഉണ്ടാക്കാൻ 3 സംഭവങ്ങൾ മാത്രം മതി. അതും നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഈ 3 ഐറ്റം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ തേൻ കുട്ടനെ അങ്ങാടിക്കടയിൽ നിന്ന് ഒറിജിനൽ തേൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. മറ്റേത് തീരാറായി. അപ്പോൾ ഞാൻ പറഞ്ഞു വിട്ടപ്പോൾ എനിക്ക് ഒറിജിനൽ തേൻ തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങാടിക്കടയിലൊക്കെ നല്ല ഫ്രഷ് ഐറ്റങ്ങൾ കിട്ടും. പിന്നെ ഗ്ലിസറിനാണ് വേണ്ടത്. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി നിങ്ങൾ തീർന്നൊന്നും വിചാരിക്കേണ്ട, വേറെ ടിന്നുണ്ട്. ഞാൻ ഇതിനൊക്കെ ഈ സൂത്രപ്പണിക്കൊക്കെ എടുക്കുന്ന പച്ചമഞ്ഞളിൻ്റെ പൊടിയാണ്. എൻ്റെ തീരാറായി കേട്ടോ. അപ്പോൾ ഇനി എനിക്ക് മഴയല്ലായിരുന്നോ പച്ചമഞ്ഞളിൻ്റെ പൊടി. അതിനി നമുക്ക് ഇത് പച്ചമഞ്ഞൾ എടുത്തിട്ട് പുരിഞ്ഞുണങ്ങിയതല്ല, പച്ചമഞ്ഞൾ എടുത്തിട്ട് കുനൂനാന്ന് നിങ്ങൾ അരിയണം. എന്നിട്ട് വെയിലത്തിട്ട് ഉണക്കി അത് പൊടിച്ച് വയ്ക്കണം. നമുക്ക് ഇതുമാതിരിയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യും കേട്ടോ. ഏകദേശം തീരാറായി. കുറച്ചും കൂടി ഇരിപ്പുണ്ട് എനിക്ക്. എന്നാലും വെയിൽ കിട്ടുന്ന സമയത്ത് നമുക്ക് ഉണക്കി പൊടിക്കണം കേട്ടോ. അപ്പോൾ ഈ 3 ഐറ്റം കൊണ്ടാണ് നമ്മൾ സ്വർണ്ണ ക്രീം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പരിപാടി തുടങ്ങിയാലോ? ഇവിടെ വെച്ചാൽ കാണുമോ? ഇതേ പാത്രം ഇടിരിപ്പുണ്ട്. നമുക്ക് ഒഴിക്കുന്ന കാണാം കേട്ടോ. കാണിക്കാം. താഴെ വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ ഒക്കത്തില്ല കേട്ടോ. സ്വർണ്ണ ക്രീം ഉണ്ടാക്കാൻ പോവാണ്. നോക്കി പഠിച്ചാൽ അപ്പോഴേ കേട്ടോ. ഇതേ നമ്മൾ തേൻ ഒഴിച്ച് കൊടുക്കാൻ പോവാ. കുറച്ച് എടുക്കുമ്പോൾ സുപ്പുവിൻ്റെ വായിലോട്ടൊക്കെ പോവും കേട്ടോ. ഇതേ എപ്പോഴും ഞാൻ എൻ്റെ കുഞ്ഞു സ്പൂണാണ് എടുക്കുന്നത് കേട്ടോ. അടിപൊളി തേന്
അപ്പോഴിതേ സ്വർണ്ണ ക്രീം ഉണ്ടാക്കാനുള്ള ആദ്യത്തെ സംഭവം നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ഗ്ലിസറിൻ കുട്ടനെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ നമ്മൾ എടുക്കുമ്പം ഒരേ അളവിന് ഇത് രണ്ടും എടുക്കണം. പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് മതി കേട്ടോ. അവനെയും കൂടെ എടുത്തു. ദേ ഒരേപോലെ നമ്മൾ എടുത്തു കേട്ടോ. നിങ്ങൾക്ക് 1 2 വേണമെങ്കിൽ എടുക്കാം, കറക്റ്റ് അളവായിരിക്കണമെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ കുറച്ചിട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ മഞ്ഞളിൽ കുളിച്ച് നിന്ന കെട്ടിയന്മാരൊക്കെ വന്ന് ഇതേതാ മഞ്ഞളിൽ കുളിച്ച് നിൽക്കുന്ന വാനമ്പാടി ഏതാന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ ദൈവമേ സുപ്പു പെട്ടത് തന്നെ. അപ്പോഴും മഞ്ഞൾപ്പൊടി കുറച്ചിട്ടാൽ മതി. എന്നിട്ട് ഇത് നമുക്ക് ഇതൊരു സംഭവം കിടക്കാച്ച് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. എൻ്റെ സാറേ ഈ കളർ കണ്ടോ, സത്യം സ്വർണ്ണത്തിൻ്റെ കളറൊക്കെ വരത്തില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. 1 2 എടുക്കാം കേട്ടോ. നമ്മുടെ മുഖത്തിനും കാലിലും കയ്യിലും എല്ലാം ഇത് ഈ ഒരു സ്വർണ്ണ ക്രീം തേച്ച് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ മുഖത്ത് മാത്രം തേക്കാൻ മാത്രമേ എടുക്കുന്നുള്ളൂ. കാലിലും കയ്യിലും നമ്മൾ മെനഞ്ഞാന്ന് നെയ്യ് ചൂടാക്കി നമ്മൾ എടുത്തല്ലോ, നെയ്യും വെളിച്ചെണ്ണയും അതിരിപ്പോട്ടെ. അത് ഇച്ചിരി തേക്കാമെന്ന് വിചാരിച്ചു. വേണ്ട കണ്ടോ, കേശരിടാൻ എത്ര പേരാണ് വരുന്നത്, പായ്ക്കിടാൻ. അപ്പോഴും ഞാൻ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ കേട്ടോ. ഇത്തിരി നേരം ഇതൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇച്ചിരി നേരം ഒന്ന് വെച്ചിട്ട് മതി, തേച്ചാൽ മതി കേട്ടോ. മിക്സ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോഴെൻ്റെ പി വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ പിയുടെ അടുത്തൊക്കെ പോയി വിറക് കീറാൻ വന്നിരിക്കുന്നു. ഒത്തിരി കമ്പും ഒക്കെ കിടന്ന് അതൊക്കെ വെട്ടിക്കീറുന്നു, അമ്മയും പിയും കൂടെ. അപ്പോൾ ഞാൻ അവിടെയൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ടാണ് വന്നത്. അപ്പോഴത്തേന് സംഭവം നമ്മുടെ കിടുക്കാച്ചി ഐറ്റം പായ്ക്കൊക്കെ റെഡിയായി. ചേച്ചിമാരൊക്കെ റബ്ബറും തോട്ടത്തിൽ വിറകിന് നടക്കുന്ന പാവം ചേച്ചിമാർ എൻ്റെ അടുത്ത് കഥ പറയാൻ വരും കേട്ടോ. അതിന് മുന്നേ എന്തായാലും നമുക്ക് ഇത് തേച്ചിട്ട് പാത്രം തിരിക്കാൻ വെള്ളം കുടിക്കാൻ വരും കേട്ടോ. കടും ചായയൊക്കെ അവർ ചോദിക്കും പാവത്തുങ്ങൾ. ഞാൻ ചെയ്ത് കൊടുക്കും. ആര് കുടിച്ചാലും പോവത്തല്ലേ ഉള്ളൂ, പിന്നെ എന്താണ് ഇച്ചിരി വെള്ളം കൊടുക്കുന്നതിന് കേട്ടോ. കൊടുക്കണം വല്ലപ്പോഴൊക്കെ കേട്ടോ. വീട്ടിൽ വരുന്നവർക്ക് ഇച്ചിരി വെള്ളമൊക്കെ കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ദുഷ്ടകളാണെന്ന് പറയും. പ്രത്യേകിച്ച് കുടുംബത്ത് താമസിക്കുന്ന പെണ്ണുങ്ങളെ എന്തെങ്കിലും ഒന്ന് നോക്കിയിരിക്കുക ചെന്ന് പറയും, അവൾ ഒരു തുള്ളി വെള്ളം പോലും തന്നില്ലെന്ന് പറയും. അതുകൊണ്ട് പറയിപ്പിക്കരുത്. ആരെങ്കിലും വന്നാൽ തുള്ളി വെള്ളമെങ്കിലും കുടിച്ചോന്നെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിക്കണം. ഇല്ലെങ്കിൽ പരാതി ഉറപ്പാണ് പിള്ളേരെ, പരാതി ഉറപ്പാണ്. പിന്നെ എന്നെപ്പറ്റി ഒന്നും പറയത്തില്ല, ഞാൻ പിന്നെ എല്ലാവർക്കും കൊടുക്കും കേട്ടോ വെള്ളമൊക്കെ. അപ്പം നമുക്ക് നമ്മുടെ ഈ സ്വർണ്ണ ക്രീം ഇവിടെ റെഡി ആയിരിക്കുന്നു. കുറച്ചേ എടുത്തുള്ളൂ നമ്മൾ. എൻ്റെ ഈ സ്പൂൺ അളവ് എനിക്ക് കേട്ടോ മുഖത്തൊക്കെ ഇടാൻ. ബാക്കി നമുക്ക് കഴുത്തിലും അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇട്ട് കൊടുക്കാം. പച്ചമഞ്ഞളും ഉണക്കിയൊക്കെ പൊടിച്ച് വയ്ക്കണം കേട്ടോ. വെറുതെ ഇരുന്ന് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പോയി കൊതിയെന്നുണയൊന്നും പറയാതെ ഇതൊക്കെ ചെയ്യണം കേട്ടോ. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളല്ലേ. പൊട്ട് വരില്ലായിരുന്നു. കറക്റ്റാണ്. എൻ്റെ മുഖത്തിന് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളാണ് ഈ സൂപ്പ് കൂട്ടി എപ്പോഴും എടുക്കുന്നത് കേട്ടോ. എപ്പോഴും എടുക്കുന്നത്. അപ്പോഴും നിങ്ങളും അങ്ങനെയൊക്കെ ചെയ്യണം. അപ്പോൾ രാവിലെ തേച്ചിട്ട് വൈകിട്ട് കുളിക്കുന്നതാണ് നല്ലത് കേട്ടോ. പക്ഷേ ഇതൊക്കെ നമ്മൾ എത്ര നേരം തേച്ചുകൊണ്ട് നിൽക്കല്ലേ, ആരെങ്കിലുമൊക്കെ വന്നാൽ കുഴപ്പമാവത്തില്ലേ അല്ലേ. അപ്പോഴത്തെ കഴുത്തിലെയും നമ്മളങ്ങോട്ട് ഇട്ട് കയ്യിലൊക്കെ ഇടാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ കയ്യിലിടാൻ വേറൊരു സൂത്രം, നമ്മുടെ ആ സൂത്രം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇന്ന് കയ്യിലൊന്നും ഇതിടാത്തത്. നമുക്ക് മുഖത്ത് മാത്രം ഇടാം. പച്ച മഞ്ഞൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ വിത്ത് വരുന്നതേ ഉള്ളൂ. ഞാനും ഇങ്ങനെ എടുത്ത് നോക്കി കേട്ടോ. എന്നാൽ ഇച്ചിരി ഒന്ന് ഉണക്കി വെക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പം അത് പൊട്ടി അങ്ങോട്ട് വരുന്നു. അപ്പോഴാ ഒരു വിത്തിന് ചിലപ്പം കളറില്ല കേട്ടോ. ഇങ്ങനെ കുഞ്ഞു വിത്തല്ലേ, അതിനന്നേരം കളർ കിട്ടത്തില്ല കേട്ടോ. നമ്മളെ ഇട്ട് കഴിഞ്ഞു. ഒട്ടുമില്ല കേട്ടോ, ഇത്രയേ ഉള്ളൂ. കറക്റ്റ് പാക്ക് നമ്മളുണ്ടാക്കിയത് കറക്റ്റ്. എന്തും നമ്മൾ എടുക്കുമ്പോൾ വെറുതെ വേസ്റ്റ് ആക്കി കളയണ്ട കേട്ടോ. ഇത് നമ്മുടെ മുഖത്ത് ഇടുന്നത് നമ്മൾ കയ്യിലും കാലിലും ഒക്കെ
തൂത്ത് നിങ്ങളങ്ങ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വേണമെങ്കിൽ നമുക്കിതിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് പിടിക്കാനേ. നമ്മുടെ കരിയിലക്കിളി ഒരു രക്ഷയില്ല അവളുമാർ. ഇത് തന്നെ നമുക്കിങ്ങനെ നെറ്റിയിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിടിക്കട്ടെ നമ്മുടെ മുഖത്തൊക്കെ നമ്മുടെ സ്വർണ്ണ ക്രീം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ, ചെയ്ത് നോക്കണം. ഞാൻ എന്തായാലും എൻ്റെ അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇച്ചിരി നേരം എന്തായാലും ആരും കാണാതെ പാത്തിരിക്കാം. ആരെങ്കിലും വരുവാണെങ്കിൽ ഞാൻ കട്ടിൻ്റെ കീഴത്ത്, അതെങ്ങനെ കട്ടിൻ്റെ കീഴത്ത് കയറാൻ ബോക്സ് കട്ടിലാകുമ്പോൾ പിന്നെ എങ്ങനെ നമ്മൾ കട്ടിൻ്റെ കീഴത്ത് കയറുന്നത്, എവിടെയെങ്കിലും പാത്തിരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിനാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ. ഞാൻ ഇത്തിരി നേരം കഴിഞ്ഞേ കുളിക്കുന്നുള്ളൂ. ഇന്നിനിയിപ്പം എന്തായാലും നമ്മൾ തേക്കുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യണം കേട്ടോ നിങ്ങൾ. ഞാൻ അങ്ങനെയാണ്, എൻ്റെ ഇച്ചിരി ജോലി കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല കേട്ടോ. ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിതൊക്കെ ചെയ്ത് ഇച്ചിരി നേരം ഇരിക്കാം. ആരെങ്കിലും വരുവാണെങ്കിൽ നിങ്ങളങ്ങേ കഴുകി കളഞ്ഞേക്കണേ. എൻ്റെ പൊന്നെ ഇറങ്ങി ചെല്ലണ്ടേ നമുക്ക്. ഇതൊക്കെ നമുക്ക് ബാക്കിയിരുന്ന കയ്യിൽ നമുക്ക് ഇവിടെ കയ്യിലെല്ലാം തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോഴേ ഞാൻ ഇനിയിപ്പം അങ്ങ് ഒത്തിരി നേരം കഴിഞ്ഞിട്ട് കുളിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. അടിപൊളി റിസൾട്ടാണ്. കിടുക്കാച്ചി ഒരു നമ്മുടെ സ്വർണ്ണ ക്രീമാണ്. എല്ലാവരും ചെയ്ത് നോക്കണം, എല്ലാവരും ചെയ്ത് നോക്കണം. എന്നിട്ട് റിസൾട്ടൊക്കെ പറയണം. എല്ലാവരും വെളുത്ത് തുടുക്കട്ടെ, മഞ്ഞ കളറാവട്ടെ കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോഴിത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇത്രയും മതിയല്ലോ. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ വരാം. അടിപൊളി പായ്ക്കുകളുമായിട്ടൊക്കെ. കരിയിലക്കിളി അവിടെ ഒരുത്തി അവിടെ ഇരിക്കുന്നു. അവൾക്ക് വേണമെന്ന് തോന്നുന്നു കേട്ടോ. വേണമെങ്കിൽ നിനക്ക് സ്വർണ്ണ ക്രീം ബാ ഇട്ട് തരാം ബാ. അവളിങ്ങനെ ചിറകിട്ട് കാണും. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ ഇനി ഒത്തിരി നേരം കഴിഞ്ഞല്ലേ, നമുക്ക് പെട്ടെന്ന് നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും നമ്മൾ ചെയ്ത് ഇത്തിരി നേരം ഒന്ന് ഇരിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ പഴയ ഡ്രസ്സൊക്കെ ഇട്ടോ, മഞ്ഞ കളറോ ചുമന്ന കളറോ ഒക്കെ ഇട്ടോ, അല്ലെങ്കിൽ പണി പാളും കേട്ടോ. ഇവിടെ എല്ലാം ആയി. അതാ പറഞ്ഞേ, നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പഴയ ഡ്രസ്സൊക്കെ ധരിച്ചോ നിങ്ങൾ കേട്ടോ. നമ്മുടെ ഉടുപ്പെല്ലാം നാശമാവും.